ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് ബീന. ഇന്ന് ഞാനിവിടെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണുള്ളത്. നീര് ദോശ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അതിന് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ 1 ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. ഞാൻ യൂസ് ചെയ്തത് ഇഡ്ലി റൈസാണ്. സാധാരണ പച്ചരിയും ഇത് ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. തലേ ദിവസം കുതിർത്ത് വെക്കണം എന്ന് നിർബന്ധമില്ല. 2 മണിക്കൂർ കുതിർത്ത് വെച്ചാലും ഈ ദോശ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യമായിട്ട് ദോശയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിന് ഞാനൊരു ബ്ലെൻഡർ ജാർ എടുത്ത് അതിലേക്ക് കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയ ഈ അരി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് കൂടാതെ കുറച്ച് തേങ്ങ ചിരകിയതും വേണം. ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് വേണ്ടത്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഉപ്പ് പിന്നെ ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഇപ്പോൾ ചേർക്കണ്ട, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇവിടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റു ദോശ പോലെ കട്ടിയായിട്ടല്ല വേണ്ടത്. ഇതിലേക്ക് കുറച്ചുകൂടി നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നേർപ്പിക്കണം. ഒഴിച്ച് കൊടുക്കുന്ന രീതിയിൽ നല്ല ദോശമാവ് നല്ല നേർത്തതായിട്ട് നമുക്ക് കിട്ടണം. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. നല്ല ഒഴിച്ചു കൊടുക്കാൻ പാകത്തിലായിരിക്കണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നീര് ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ദോശ ചുട്ടെടുക്കാം. ഇവിടെ ഞാൻ നല്ലൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കി കിട്ടണം. ഇത് നന്നായിട്ട് ചൂടാവണം, അല്ലെങ്കിൽ ദോശ കറക്റ്റായിട്ട് കിട്ടില്ല. അതിലേക്ക് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം. എണ്ണ തടവിയതിന് ശേഷം നന്നായിട്ട് ദോശക്കല്ല് ചൂടായതിനു ശേഷം മാത്രമേ ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ദോശ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വരണം ദോശമാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇതിനെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. ദോശ കറക്റ്റായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുക്കാം. പ്രധാനമായിട്ട് നോക്കേണ്ടത് ദോശമാവിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ്. അത് നന്നായിട്ട് നേർപ്പിച്ചെടുക്കണം. അതുപോലെ ദോശക്കല്ല് നല്ല ചൂടായിട്ടിരിക്കണം. എണ്ണ തടവിയതിന് ശേഷം നന്നായിട്ട് ദോശക്കല്ല് ചൂടായതിനു ശേഷം മാത്രമേ ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ദോശ കറക്റ്റായിട്ട് കിട്ടില്ല. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഹോൾസ് ഫോം ചെയ്യണം. കാണുന്നില്ലേ? അല്ലെങ്കിൽ ദോശക്കല്ല് കറക്റ്റ് ചൂടായിട്ടില്ല, അതുപോലെ നമ്മുടെ മാവും ശരിയില്ല എന്നാണ് മീനിങ്. കണ്ടില്ലേ? ഇതുപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇവിടെ അപ്പോൾ എല്ലാ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടെ കാണിച്ചു തരാം. ഒണിയൻ ചട്നി അല്ലെങ്കിൽ ഉള്ളി ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു വലിയ സൈസായിട്ടുള്ള ഉള്ളി അല്ലെങ്കിൽ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 4 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് 2 സാധാരണ ഡ്രൈ റെഡ് ചില്ലിയും ഒരു 4 പീസ് കാശ്മീരി ചില്ലിയും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി.
അരച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇവിടെ വഴറ്റിയെടുത്ത ഉള്ളിയും മുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ ഒരു ഗ്രൈൻഡറിൽ വഴറ്റിയെടുത്ത ഉള്ളിയും മുളകൊക്കെ ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളി കൂടെ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാനാണ് ഇത് ചേർക്കുന്നത്. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്ത ഉള്ളി ചമ്മന്തി ഓണിയൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.